കാന്ത ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടതിന് ശേഷം ഞാൻ റിവ്യൂ പറഞ്ഞായിരുന്നു. സെക്കൻഡ് ഹാഫ് ഫുള്ള് കണ്ടതിന് ശേഷമുള്ള റിവ്യൂ ആണ്. ആദ്യം തന്നെ പറയാം, പെർഫോമൻസുകളെല്ലാം അതിഗംഭീരം, കൊടൂര പെർഫോമൻസ് തന്നെ പറയാം. കാരണം നമ്മൾ ബാക്കിയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ വിദേശത്തുള്ള സിനിമകൾ കാണുമ്പോൾ, നമ്മൾ കൊറിയൻ സിനിമകളും സാധാരണ സിനിമകളും ഒക്കെ കാണുമ്പോൾ, നമ്മളിപ്പോൾ സാധാരണ പ്രേക്ഷകൻ എല്ലാത്തരം സിനിമകളും കാണുമല്ലോ. ഇപ്പം OTT പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമ്മൾ ഏത് തരം സിനിമകളും സാധാരണ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇരുന്ന് കാണും. അത് വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് വൈസ് ഗംഭീര പെർഫോമൻസ് ആണ്. ദുൽഖർ ഗംഭീര പെർഫോമൻസ്, കൂടുതലും ക്ലോസപ്പ് ഷോട്ടുകളാണ്. ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ അഭിനയിക്കുമ്പോൾ ഗംഭീര പെർഫോമൻസ് ആണ്. നായികയായിട്ടുള്ള അടിപൊളി പെർഫോമൻസ് ആണ് അവർ. പിന്നെ ദുൽഖറിന്റെ ഭാര്യയായിട്ടുള്ള കുറച്ച് സീനുകളായി പോലും നല്ല പെർഫോമൻസ് ആണ്. റാണ ദുഗ്പതിയുടെ ഇന്റർനാഷണലുള്ള ഒരു പോലീസ് ക്യാരക്ടറാണ്, പുള്ളിയും ഗംഭീരം. സമുദ്രഖനിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഏത് റോൾ കൊടുത്താലും ഗംഭീര പെർഫോമറാണ്. പെർഫോമൻസ് കൊണ്ട് കൊടൂരമായ സിനിമ എന്ന് പറയാം. ഗംഭീര പെർഫോമൻസ്, ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ സൗണ്ട് മിക്സിങ്ങും സിനിമാറ്റോഗ്രാഫി എല്ലാം ഗംഭീരം. എനിക്ക് തോന്നിയ ഒരേ ഒരു നെഗറ്റീവ് എന്ന് തോന്നിയത് ഇതിൻ്റെ ദൈർഘ്യം 2.25 മണിക്കൂറാണ്. ഈ 2.25 മണിക്കൂർ നമുക്ക് ചിലപ്പം നമുക്ക് തോന്നുമല്ലോ ഇത് എവിടൊക്കെയോ എന്തൊക്കെയോ, നമുക്ക് മോശവും ഇല്ല, അതിഗംഭീരോ എന്ന് പറയാം, അതിഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എവിടെയോ നമുക്ക് തോന്നുന്ന നെഗറ്റീവ്, ഇതിൻ്റെ ഒരു ലാഗ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നിക്കുന്നത് ഇതിൻ്റെ ദൈർഘ്യമാണ്. 2.25 മണിക്കൂർ എന്നുള്ള ഒരു പക്ഷേ ഒരു 10-20 മിനിറ്റ് കുറച്ചാൽ നമുക്ക് അതിഗംഭീരം തോന്നും. കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് ഗംഭീരമാണ്. ആദ്യം മുതൽ കാണുമ്പം ഓരോ നിമിഷവും നമുക്ക് ഒരിക്കലും ബോറടിക്കാത്ത രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാം. എനിക്ക് അങ്ങനെ തോന്നി. തമിഴ് സിനിമയിൽ, തമിഴ്നാട്ടിൽ ഇപ്പം ഈ അടുത്തിടയിലൊന്നും നല്ല സിനിമകളൊന്നും അധികം വന്നിട്ടില്ല. തമിഴ്നാട്ടിലെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയന്റഡ് സിനിമ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ്. നമുക്ക് അഭിമാനിക്കാം, മലയാളത്തിൽ ഒരു നടൻ പോയി അവിടെ തകർത്ത് അഭിനയിച്ച ഒരു സിനിമ എന്ന് പറയുന്നതിൽ 100% അഭിമാനിക്കാവുന്ന ഒരു പടമാണ് കാന്ത. അതിനകത്ത് ദുൽഖർ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നതിന് നമുക്ക് മലയാളികൾ നമ്മൾ കുറേ കുറ്റങ്ങളും കുറവുകളും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ദുൽഖറിന്റെ ഫാൻ ഒന്നും അല്ല, ദുൽഖർ ഫാൻ ബേസ് ഒന്നും അല്ല നമ്മൾ, പക്ഷെ പുള്ളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്നപ്പം ആ സിനിമ അഭിനയം കൊണ്ട് തകർക്കുകയും ടെക്നിക്കൽ വശം കൊണ്ടെല്ലാം തകർക്കുകയും ചെയ്തപ്പം എവിടെയോ ഒരു നെഗറ്റീവ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സ്ലോ പേസ്ഡ് കഥയാണ്. നമ്മളിപ്പം പുലിമുരുകനോ രാജമാണിക്കയോ ലോകയോ കാണുന്ന ഒരു എഫക്റ്റിലായിരിക്കത്തില്ല. സിനിമയ്ക്കുള്ളിലെ സിനിമയാണല്ലോ ഇത് പറയുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുമ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെയും കാണാത്തൊരു രീതിയിലുള്ള ഒരു പ്രതിഭാസം. കാരണം അതിനകത്തൊരു ത്രില്ലർ മൂഡുണ്ട്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതികൾ വരുന്നുണ്ട്. അന്നേരം ഇതെല്ലാം നല്ല നല്ല ഗംഭീരമായിട്ട് സെൽവമണി സെൽവരാജ് എന്ന് പറയുന്ന ഡയറക്ടർ മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ നമുക്കിടാം എപ്പോഴും, ഒരു പക്ഷേ. പിന്നെ ഒരു വട്ടത്തിൽ കൂടുതൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു വട്ടത്തിൽ കൂടുതൽ കാണാൻ പറ്റത്തില്ല. തിയേറ്ററിൽ നമുക്ക് ഒരു വട്ടം നല്ല പോലെ എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആ സിനിമ ക്രൂ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവർ സ്ക്രീനിൽ അവരുദ്ദേശിക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സന്തോഷിക്കാം. അതിനകത്ത് ദുൽഖർ ഒരു ഭാഗമായെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ദുൽഖറിന്റെ പ്രൊഡക്ഷൻ എടുത്തതും വലിയൊരു കാര്യമാണ്. കാരണം ഇങ്ങനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പുറത്തുനിന്നൊരു കഥ കിട്ടി കഴിഞ്ഞാൽ ഒരാളും വരാൻ ചാൻസ് ഇല്ല. കാരണം അത്രയ്ക്ക് കൺവിൻസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അന്നേരം ദുൽഖറിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കിണ്ണം കാച്ച സ്ക്രിപ്റ്റ് സെലക്ഷനാണ്. ഇപ്പോൾ ലോക പുള്ളി പ്രൊഡ്യൂസ് ചെയ്യാൻ എടുത്തതും എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കും. അന്നേരം എല്ലാ സിനിമകളും ഒരേപോലെ പുള്ളിയുടെ സെലക്ഷൻ കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പോലും ഒരു 80% പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ സൂപ്പറാണ്. പിന്നെ ദുൽഖറിന്റെ ഏറ്റവും പീക്ക് പെർഫോമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുൽഖർ നല്ലപോലെ അഭിനയിച്ച കുറേ സിനിമകളുണ്ട്. എന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അഭിനയത്തിൽ ദുൽഖർ ഒരു പക്ഷേ ചാർലി കുറച്ചുകൂടെ നമുക്കെല്ലാം ഇമോഷണലി കണക്റ്റഡ് ആണ്. അഭിനയത്തിൽ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ കാണിക്കുമ്പോൾ ദുൽഖർ ഇത്രയും അഭിനയിച്ച വേറൊരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ എപ്പോഴും ഗംഭീര പെർഫോമൻസ് കൊണ്ട് വിളയാടിയ സിനിമ, എല്ലാം കൊണ്ടും വിളയാടിയ സിനിമ, പക്ഷേ ഒരു സ്ലോ പേസ് ട്രാക്കിലൂടെ പോകുന്നു. അത് എല്ലാവരുടെയും എന്താ പറയുക, എല്ലാ സിനിമാർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാ സിനിമ കാണുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കുറേ പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, കുറേ പേർക്ക് ഇഷ്ടപ്പെടാം. മിക്സഡ് ഒപ്പീനിയൻ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരണമാണ്. കാരണം ഈ സിനിമയുടെ കഥ അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. എന്തായാലും സിനിമയോട് നീതി പുലർത്തിയ അല്ലെങ്കിൽ കഥയോട് നീതി പുലർത്തിയ മേക്കിങ്ങും അഭിനയവും, നമുക്ക് അഭിനയം എടുത്തു പറയേണ്ടതായിട്ടാണ് പറയാണ്, ഇതിൽ കൂടുതൽ പറയാനില്ല. അത്രയും ഗംഭീരമാണ്. അന്നേരം ഈ പടം ഒരു നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. എന്തായാലും ഒരുപാട് അവാർഡ് കൊടുക്കാനാണെങ്കിൽ ഗംഭീര അവാർഡുകൾ തൂക്കാൻ വളരെയധികം ചാൻസ് ഉള്ള സിനിമയാണ് കാന്ത. എന്തായാലും നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലതാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. എന്തായാലും എൻ്റെ അഭിപ്രായം ഇതാണ്. ഒരു പക്ഷേ എൻ്റെ ഇതിനകത്ത് എപ്പോഴും കിടപ്പുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.